അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദാമ്പത്യ ജീവിതം എങ്ങനെയെല്ലാം ആകാം, ഏതൊക്കെ രീതിയിലാകാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. പല ആളുകളും പലരോടും ചോദിച്ച് മനസ്സിലാക്കുവാൻ മടിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. പലർക്കും പല കാര്യങ്ങളും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകരിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ദാമ്പത്യ ജീവിതത്തിലെ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഇസ്ലാമിൽ ദാമ്പത്യ ജീവിതം എങ്ങനെയൊക്കെ ആവാം, ഏതെല്ലാം രീതിയിലൊക്കെ ആവാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ സംയോഗം ചെയ്യുന്നത് യോനിയിലൂടെയാണെങ്കിലും അത് മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഏത് രീതിയിലും ഭാര്യയെ സമീപിക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പ്രവേശനം യോനിയിൽ മാത്രമായിരിക്കണം. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിൽ യോനിയിലൂടെയാണ് സംയോഗം ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അത് പിന്നിലൂടെയും മുന്നിലൂടെയും ഒക്കെ ബന്ധപ്പെടാം. പക്ഷേ പിന്നിലൂടെയും മുന്നിലൂടെയും ഒക്കെ ഏത് രീതിയിലും ഭാര്യയെ സമീപിക്കാം. പക്ഷേ പ്രവേശിക്കുന്നത് അത് എവിടെയായിരിക്കണം? പ്രവേശിക്കുന്നത് യോനിയിലായിരിക്കണം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്ത രീതികൾ സ്വീകരിക്കുക. ഏതൊക്കെ രീതിയിൽ? വ്യത്യസ്ത രീതികളൊക്കെ എന്നും ഒരുപോലെയുള്ള രീതിയല്ലാതെ വ്യത്യസ്ത രീതികളൊക്കെ സ്വീകരിക്കുക. അപ്പോഴേ അവിടെ ലൈംഗിക ബന്ധം വിജയിക്കുന്നുള്ളൂ. വ്യത്യസ്ത രീതികളൊക്കെ പരീക്ഷിക്കുക. പക്ഷെ പ്രവേശിക്കുന്നത് ഭാര്യയുടെ യോനിയിൽ മാത്രമായിരിക്കണം. ഇത് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. നിങ്ങളുടെ സ്ത്രീകൾ, അതായത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. അതിനാൽ നിങ്ങളുടെ കൃഷിയുടെ അടുക്കൽ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചുവോ അപ്രകാരം ചെന്നുകൊള്ളുക. നിങ്ങളുടെ സ്ത്രീകൾ, അതായത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടം പോലെയാണ്. അതിനാൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ എങ്ങനെ പ്രവേശിക്കുന്നുവോ അതുപോലെ നിങ്ങൾ പ്രവേശിക്കുക. എങ്ങനെ ഉദ്ദേശിച്ചുവോ അപ്രകാരം ചെന്നുകൊള്ളുക എന്ന് പറയുകയുണ്ടായി. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രാർത്ഥനയുണ്ടാകും, അതിനൊരു നിയ്യത്തുണ്ടാകും, അല്ലേ? സംയോഗത്തിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. ഭാര്യയോടൊപ്പം ബന്ധപ്പെടുമ്പോൾ അതിനു മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് പ്രാർത്ഥന? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. ഈ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ നാമത്തിൽ. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവേ പിശാചിനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണമേ. ഞങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നതിൽ, അതായത് ഈ ലൈംഗിക ബന്ധത്തിലൂടെ നൽകുന്ന സന്താനത്തിൽ നിന്നും നീ പിശാചിനെ അകറ്റണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവെ പിശാചിനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണമേ, ഞങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നതിൽ നിന്നും നീ പിശാചിനെ അകറ്റണമേ. ഇതിലൂടെ നൽകുന്നതിൽ നിന്നും എന്ന് ഉദ്ദേശിച്ചത് ആ ബന്ധത്തിൽ സന്താനങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, കുട്ടികൾ ജനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പിശാചിനെ നീ അകറ്റണമേ എന്നാണ് പറയുന്നത്. വളരെയധികം മൃദുലമായ തലോടലുകളുടെയാണ് ഇണകൾ പരസ്പരം നടത്തേണ്ടത്. വളരെയേറെ സ്നേഹത്തോടെ കൂടെ, അല്ലെങ്കിൽ വളരെയേറെ നല്ല ലാളനയോട് കൂടിയാണ് പരസ്പരം ബന്ധപ്പെടേണ്ടത്. കൈകൾ കൊണ്ടും നാവ് ഉപയോഗിച്ചും തൊട്ടില്ല എന്ന നിലയിലൊക്കെ ഇണയെ സ്പർശിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ സാധിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാം. ഉത്തേജനത്തിലേക്കെത്തുന്ന ഈ ഘട്ടത്തിൽ ലൈംഗിക തമാശയൊക്കെ പറഞ്ഞ് കളിയും ചിരിയുമൊക്കെ, ആ രീതിയിലുള്ള കളിയും ചിരിയും തമാശയും ഒക്കെ ആവാം. ഭർത്താവിൻ്റെ ശരിയായ സ്നേഹം കിട്ടുന്ന ഭാര്യയ്ക്ക് ലൈംഗിക ഉണർവിലേക്കെത്തുക താരതമ്യേന എളുപ്പമായിരിക്കും. ഭർത്താവ് പരസ്പരം നല്ല സ്നേഹമുള്ള ഇണകളാണെങ്കിൽ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ആ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ നല്ല തമാശയും സന്തോഷവും നിറഞ്ഞ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ദമ്പതികളാണെങ്കിൽ ഭാര്യയ്ക്ക് ലൈംഗിക ഉണർവ് വളരെ സാവധാനത്തിലായിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ലൈംഗിക ബന്ധത്തിലേക്ക് അവർ ഏർപ്പെടുമ്പോൾ എന്താണ് ഉണ്ടാവുക? അവർക്ക് ലൈംഗിക ബന്ധത്തിൽ വേണ്ടത്ര തൃപ്തി കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, കുടുംബ ജീവിതത്തിൽ നാം ഉറങ്ങുന്നത്, ഒരു ദിവസത്തെ പ്രശ്നം ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ പരിഹരിച്ച് നല്ല സന്തോഷത്തോടു കൂടിയുള്ള, നല്ല റാഹത്തോടു കൂടിയിട്ടുള്ള ഭാര്യാഭർത്തൃ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ എല്ലാമാകണം. അവൾ എല്ലാ രീതിയിലും പരസ്പരം നല്ല രീതിയിൽ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട്
കൊണ്ട് നല്ല സ്നേഹത്തോടെ നല്ല രീതിയിൽ ഭാര്യാഭർത്തൃ ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ അത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നതാണ്. എല്ലാ രീതിയിലും അത് ഗുണം ചെയ്യും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവുമായുള്ള ലൈംഗിക ബന്ധം സ്ത്രീക്ക് ഇരട്ടി മധുരം നൽകുന്നതാണ്. കാരണം സ്ത്രീക്ക് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തുടർച്ചയാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തുടർച്ചയാണ് സെക്സ്. അതില്ലാതെ സെക്സ് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് ഇണകൾ പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഭാര്യയെ വികാരം കൊണ്ട് ഉണർത്തിയിട്ട് യോനിയിൽ പ്രവേശിക്കുക. പെട്ടെന്ന് അത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ കാര്യം സാധിച്ച് പെട്ടെന്ന് പോവുകയല്ല വേണ്ടത്. ഭാര്യമാരെ വികാരം കൊണ്ട് ഉണർത്തി യോനിയിൽ പ്രവേശിക്കുക. അത് എല്ലാ രീതിയിലും ഗുണം ചെയ്യും. ഭാര്യയ്ക്ക് വേദന കുറയ്ക്കും. അതുപോലെ തന്നെ അവർക്ക് സന്തോഷമുണ്ടാകും, അവർക്ക് ഉണർവുണ്ടാവും, അവർക്കും എല്ലാ രീതിയിലും താല്പര്യം അവരുടെ ശരീരത്തിൽ പൊട്ടി വിടരുന്നതാണ്. അപ്പോൾ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക. എത്ര സമയം യോനിയിൽ വെച്ച് സുഖം കണ്ടെത്താൻ ഭാര്യ ഭർത്താക്കന്മാർക്കാകുന്നുവോ അത്രയും സമയം സുഖം കണ്ടെത്താനും ശ്രദ്ധിക്കുക. ഒരു പുരുഷൻ്റെ കിടപ്രാ വിജയം എന്നത് ഭാര്യയെ സെക്സിൽ തൃപ്തിപ്പെടുത്തുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഭാര്യയെ വികാരത്തിൽ ആനന്ദം കൊണ്ടെത്തിക്കണം. അത് അവൾക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ ചെയ്യണം. അത് അവളുടെ മുഖഭാവത്തിൽ നിന്നും വികാരത്തിൻ്റെ രതിമൂർച്ച അനുഭവിപ്പിക്കണം. ഭാര്യ ഭർത്താവ് അപ്പോഴാണ് ശരിക്കും ലൈംഗിക ആസ്വാദനം, സംതൃപ്തിയും സുഖവുമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഭാര്യ ഒരിക്കലും കൈവിടില്ല. ഭർത്താവിനെ കിടപ്പറയിൽ അവൾ ഹൃദയത്തോട്ട് ചേർത്ത് പിടിക്കും. ഭാര്യ ഭർത്താവ് ഹലാലായ ആസ്വാദനം കണ്ടെത്താൻ സഹായിക്കും. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി രണ്ടു പേർക്കും ആവശ്യമുള്ള രീതിയിൽ പരസ്പരം ചെയ്യുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് വളരെയേറെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. നല്ല സന്തോഷമായിരിക്കും. നല്ല സന്തോഷം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരുടെ ആവശ്യം കഴിഞ്ഞ് അങ്ങ് നീട്ടിപ്പോകരുത്. ഭാര്യയുടെ ആവശ്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിലൊക്കെ, അവർക്ക് താല്പര്യം, അവരെ സുഖപ്പെടുത്തുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവരെയും നിങ്ങൾ മനസ്സിലാക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചെയ്യുമ്പോഴേ ആ ജീവിതത്തിൽ, ആ ബന്ധത്തിൽ ഒരു സന്തോഷം കിട്ടുകയുള്ളൂ. നല്ല രീതിയിലുള്ള സെക്സ് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. നല്ല രീതിയിൽ സംതൃപ്തിയാകും. നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നിർബന്ധമായിട്ടും ഒരു കുടുംബ ജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭാര്യയ്ക്ക് ഏതൊക്കെ രീതിയിൽ വികാരം സുഖിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കണം. ഇത് പുരുഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീക്കും സെക്സിൽ മുൻകൈയെടുക്കുക, താല്പര്യം പ്രകടിപ്പിക്കുക. ഇത് പുരുഷന് വലിയ ആവേശമുണ്ടാക്കും. പുരുഷന്മാർ മാത്രമല്ല ആവേശം ഉണ്ടാക്കേണ്ടത്, അത് സ്ത്രീയും സ്വന്തം ഭർത്താവിനോട് ആവേശം കാണിക്കുക, താല്പര്യം പ്രകടിപ്പിക്കുക. ഇത് ആ ഭർത്താവിന് ആവേശമുണ്ടാക്കും. താനുമായി ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നത് പരസ്പരം സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. പുരുഷൻ സ്നേഹപൂർവ്വമുള്ള തലോടലും സംസാരങ്ങളുമായി സാവധാനം ഭാര്യയെ താല്പര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്ന് അതിലേക്ക് പ്രവേശിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഇത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചടങ്ങ് പോലെ എന്നും ഒരേ രീതി, ഒരേ സ്ഥലം, ഒരേ തുടക്കം എന്നതിന് പകരം വ്യത്യസ്ത സമീപനങ്ങൾ, പൊസിഷനുകൾ, സ്ഥലങ്ങൾ എങ്ങനെയുമൊക്കെ ആവാം. അതായത് ബെഡിൽ തന്നെ വിവിധ രീതികൾ പരീക്ഷിക്കുക, നിരത്തി വിരിച്ച് സാധ്യമെങ്കിൽ മറ്റു റൂമുകളിലൊക്കെ പരീക്ഷിക്കുക. ഇങ്ങനെ പല രീതികളിൽ, പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷിക്കുക. എന്നും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അതിൽ ഒരു പൂർണ്ണ ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറം ഒരു സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത രീതികൾ, വ്യത്യസ്ത തുടക്കങ്ങൾ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സെക്സിനെ കൂടുതൽ ആസ്വാദമാക്കാൻ ഈ രീതികളൊക്കെ പരീക്ഷിക്കുക. ഇണക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കാൻ പാടില്ല. ഇണയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതികൾ ഇണയെ നിർബന്ധിപ്പിക്കരുത്. രണ്ടുപേരും പരസ്പരം ധാരണയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടുപേർക്കും താല്പര്യമുള്ള രീതിയിൽ, രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ, രണ്ടുപേരും പരസ്പരം ധാരണയോടുകൂടി നല്ല രീതിയിൽ സെക്സ് ആസ്വദിക്കാൻ ശ്രദ്ധിക്കുക. സെക്സ് നടക്കുന്ന സ്ഥലത്തിനുമുണ്ട് വലിയ പ്രാധാന്യം. നല്ല വെളിച്ചത്തിലോ ഇരുട്ടിലോ അല്ലാതെ മങ്ങിയ വെളിച്ചത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതി. മങ്ങിയ വെളിച്ചത്തിൽ, അത് അല്ലാത്തതുമാവാം. റൂം വൃത്തിയുള്ളതും സുഗന്ധമുള്ളതും ആവശ്യത്തിന് ശുദ്ധമായി കിട്ടുന്നതുമായിരിക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അയച്ചിട്ട വസ്ത്രങ്ങളോ ദുർഗന്ധമുണ്ടാക്കുന്ന അവസ്ഥകളോ റൂമിൽ ഇല്ലാതിരിക്കുക. റൂം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക.
എപ്പോൾ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ കുട്ടി ഉണരുമോ തുടങ്ങിയ ചിന്തകൾ സ്ത്രീകൾക്ക് ലൈംഗിക സുഖം കുറക്കുകയും പുരുഷന് പെട്ടെന്നുള്ള സ്ഖലനത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് പുറത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതിരിക്കാൻ പരമാവധി സാധ്യതയുള്ള സമയം സെക്സിന് വേണ്ടി തിരഞ്ഞെടുക്കുക. പുറത്തുനിന്ന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകില്ല, മറ്റു രീതിയിലൊന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന സമയത്തിൽ മാത്രം സെക്സിന് വേണ്ടിയുള്ള ആ ഒരു സമയം കണ്ടെത്തുക എന്ന് പരസ്പരം ഇണകൾ കണ്ടെത്തുക എന്നത് പരസ്പരം ഇണകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭാര്യാഭർത്തൃ ജീവിതം ഇസ്ലാമിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലൈംഗിക ബന്ധത്തിൽ പരസ്പരം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. മാത്രമല്ല ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ വിഷയത്തിൽ ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇനി നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും ഈ ക്ലാസ് നമ്മുടെ സ്നേഹമതം ഇസ്ലാം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഇനിയും ഒരുപാട് അറിവുകൾ മനസ്സിലാക്കാം. നമുക്ക് നല്ല നല്ല അറിവുകൾ പഠിച്ച് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.